കുറെ നാളിന് ശേഷം നമ്മളൊരു മണ്ടൻ ചലഞ്ചുമായിട്ട് വന്നിട്ട് മണ്ടനാ ചാലഞ്ചിന്റെ പേര് അപ്പൊ മീം ചലഞ്ച് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ ഒരു മീം കാണിക്കും, അത് നമ്മൾ അഭിനയിച്ച് കാണിക്കണം, അതും 30 സെക്കൻഡ് കൊണ്ട്. അപ്പൊ 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ അഭിനയിച്ച് കാണിക്കണം. നമ്മൾ ഈ ടോക്കൺ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് ഏത് എടുക്കുന്നു ഒന്ന് എടുക്കുവാണെങ്കിൽ ആ ഒന്നിന്റെ നമ്പർ നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് അത് അഭിനയിച്ച് കാണിക്കണം. അഭിനയിച്ച് കാണിച്ചില്ലേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് കടിച്ച് തിന്നണം. ഓക്കെ, അപ്പൊ നിച്ചു എങ്ങനെയാണ് നമ്മൾ ആദ്യമേ ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നത്? കറക്കിയിട്ട് ഈ ടിപ്പ് ആളുടെ നേരെയാണ് വരുന്നത്, അവര് ഓരോരുത്തരായിട്ട് കളിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കളിച്ചേക്കാം. നിച്ചു കറക്കിക്കോ എന്നാ പിന്നെ. അതൊന്തൊരു കറക്കലടി, ഫാനിന്റെ വിഷയമൊന്നുമല്ല, നീ കറക്കി, നിനക്ക് കറക്കാൻ അറിയത്തില്ല. അത് വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് കറക്കി. നമ്പർ എടുത്ത് ടൈമർ സെറ്റായി. ടൈമർ കാണിച്ച് ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. ബാത്റൂമിൽ പോകുന്നതല്ല കാണിക്കാൻ പറഞ്ഞത്. പെട്ടെന്ന് നോക്ക്, സമയം പോവാ. നേരെ നോക്കി കാണി, നേരെ നോക്കി കാണി. 15 സെക്കൻഡ് കാണിച്ച്. ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത നിച്ചു. എടുക്കെടുക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, കാണിച്ചു. നീ നോക്ക് എന്തായാലും ചെയ്യണം. എത്ര നമ്പർ 9 കാണിക്കില്ലേ? അറിയത്തില്ല, മുളക് കഴിക്കണം. മുളക് കഴിച്ചേ പറ്റുള്ളൂ. 16 പെട്ടെന്ന് എല്ലാം മുളക് കഴിക്കണം. എന്തേലും കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി വെള്ളം വരുന്നടി. ആ ഒരു മുളക് കഴിക്കണം. കള്ളക്കളി, അത് തട്ടിയുണ്ടോ? ഓക്കെ, ഇതെടുത്ത് ഗൈസ്. അപ്പം 8 ടൈമർ കാണിച്ചു. ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ്, സിമ്പിൾ സാധനങ്ങളൊക്കെ. ടഫ് കൊടുക്കുമോ? നിനക്ക് എങ്ങനെ സാധിക്കുന്നത്?
എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അല്ലേ ഇതല്ലേ എനിക്ക് മീശയില്ലാത്തോണ്ടോ? അത് മീശ ഉണ്ടോ മനസ്സിലാവാത്ത? മീശയില്ലാത്തോണ്ട് ഗൈസ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അഡ്ജസ്റ്റ് ചെയ്യണം. 30 സെക്കൻഡ്സ് ഒക്കെ ഞങ്ങൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുവാണേ. ഇതാണ് ഈ സാധനമാണ് കാണിക്കേണ്ടത്. എത്ര നമ്പർ? രണ്ടാമത്തെ നമ്പർ 2 സുരാജിന്റെ കേസ് കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? തിരികെ വെച്ചിട്ട് പൊങ്ങാനുണ്ട്. അത് ഓക്കെ തോന്നുന്നല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ സെറ്റ്. ഓക്കെ, അടുത്ത റൗണ്ട്. അപ്പൊ ഈ റൗണ്ട് തോറ്റിരിക്കുന്ന ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രം തോറ്റു. അയ്യോടാ കരയുണ്ട്. ആ ഇനിയിപ്പോ സെക്കൻഡ് റൗണ്ട്. സൂപ്പർ കളിയില്ലേ? ഒന്നിനും കൊള്ളത്തില്ല. നീ ഇത് തന്ത്രപരമായി ചെയ്തിരിക്കുന്നു. എനിക്ക് നേരെ നിച്ചിന്റെ റിവെഞ്ച് ആണേ. തോറ്റ് തുന്നം പാളിപ്പോയി. ഞാൻ ഇതെടുത്തേ. അഞ്ചാമത്തെ നമ്പർ. കാണിക്ക് എന്നെ കാണിയില്ലേ? എടാ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സുരാജേട്ടന്റെ മെയിൻ സാധനമാണ്. ഈ സാധനം നമ്മളെ കഴിയത്തില്ല. ഇതാ സാധനം. എന്നെ ഇങ്ങനെ കണ്ടാലും അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ കാണിച്ചു തരാം. ആണ് പച്ചമുളക് കഴിക്കണ്ടേ? വെറുതെ ഒന്നരമായിരിക്കുന്നു. വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. ഇത്ര ടേസ്റ്റി ആയിട്ട് ഞാനിതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നല്ല സുഖമുണ്ട്. എനിക്ക് ഈസിയാണ്. സെറ്റാണ്. നിച്ചു എനിക്ക് റിവെഞ്ച് അടിച്ചിരിക്കും. അപ്പൊ തിരിച്ച് ഞാൻ അടിച്ചിട്ടേ പോകത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും അറിയാനുണ്ട് കണ്ണിന്. ഇപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുന്നത് ശരിക്കും. ടൈമർ തുടങ്ങും. ഒരു രക്ഷയല്ലേ നിച്ചു. ടൈമർ തുടങ്ങുവാണേ. റിവെഞ്ച് ടൈം. ചേച്ചി പെട്ടെന്ന് തോറ്റെന്ന് പറഞ്ഞായിരുന്നു. ചെയ്തു കാണില്ല. പൊരുതി തോക്കണം. നാണം ഉണ്ടോ നിച്ചു? പൊരുതി തോക്കണം. ട്രൈ കമോൺ നിച്ചു. നല്ല അടി. എങ്ങനെയുണ്ട്? നല്ല സുഖം കേട്ടോ. ആ എഫക്റ്റ് ഇതുവരെ എൻ്റെ പോയിട്ടില്ല. പുള്ളി വിഷമമുണ്ട്, പക്ഷെ പുറത്തോട്ട് വരുന്നില്ല. കാണിക്കുന്നു വെച്ചു, കുഴപ്പമൊന്നുമില്ല. കണ്ണൊക്കെ അടഞ്ഞു വരുന്നത്. ഒരു കണ്ണൊക്കെ ഇങ്ങനെ വന്നു. ഒന്ന് പൊട്ടിക്കരയണോന്നുണ്ടോ നിച്ചു? ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ? കരഞ്ഞു കണ്ണീരൊക്കെ ചുമന്ന് വരുന്നു. കരട്ടെ. പോരട്ടെ. പിടിച്ചു നിൽക്കാൻ നോക്ക്. കാര്യമൊന്നുമില്ല. അകത്ത് പൂട്ടം പൊട്ടിക്കരച്ചിലായിരിക്കും. സീനായോ? എന്തുപറ്റി? വയ്യ.
നിച്ചു നിച്ചു വയ്യോടാ ഐസിപ്പം ഗെയിം കളിച്ച് നിച്ചുവിന് വയ്യ. മോളെ നീ ഇറക്കിയോ ഒത്തിരി പഞ്ചസാര വേണോ ഇച്ചിരി? ഇച്ചിരി പഞ്ചസാര എന്നാ എന്തൊക്കെ തള്ളലായിരുന്നു ഞാൻ സ്കൂളിൽ കയറി. ഇതിന്റെ മെയിൻ ആളാരാ പറയാ നിച്ചു 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 തന്നെ പറഞ്ഞത് മുളകിന്റെ ഗെയിം വേണം. ഭയങ്കര സന്തോഷമായിരുന്നു മുളകിന്റെ കളിക്കാനായിട്ട്. നിച്ചുന് ഭയങ്കര സന്തോഷമായിരുന്നു ഗെയിം കളിക്കാനായിട്ട്. അത് മുളക് തന്നെ വേണം. ഫ്ലാഷ് ബാക്ക്. എനിക്ക് ഈസിയാണ്. കൈസ ഒളിഞ്ഞിരുന്ന് വേണ്ട വെള്ളം കുടിക്കുന്നു. അവിടെ കാണാം നിച്ചു ലൈറ്റ് ഇട്ടാലേ കാണത്തുള്ളത്. നിച്ചു ആണ് പറഞ്ഞ മറ്റേ ഈ മുളകിന്റെ ഗെയിം വേണം. ഈ ഐഡിയ ആരുടെ ആയിരുന്നു? നിച്ചുവിന്റെ ഐഡിയ അല്ലായിരുന്നു. വലിയ വീരശൂര പരാക്രമി. അതുകൊണ്ടാണ് പരാക്രമിയായിട്ട് ഫ്രിഡ്ജിനകത്ത് ഐസായിട്ട് എടുത്ത് വായിലോട്ട് ഇടുന്നു. ഇതൊക്കെയായിരുന്നു ഇവിടെ മലപ്പുറം കത്തി. ഞാൻ മുളക് കഴിക്കുന്നു. ഞാൻ ഫ്രണ്ട്സുകളും സ്കൂളിലാണ് കഴിക്കുന്ന ആൾക്കാരാണ്. കഴിക്കുന്ന ആളെ കണ്ടോ? ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വലിയ ടീംസാണ്. നിച്ചു പിണങ്ങി പോ. നിർത്തി പോവാ. നിച്ചു പിണങ്ങി പോവാ. എന്തോ നിച്ചു കളിച്ച് ജയിക്കണം. ഇപ്പൊ നിച്ചു 2 വട്ടം കഴിച്ച്, ഞാൻ 1 വട്ടം കഴിച്ചു. ഇനി എന്നെ 2ാമത് കഴിപ്പിക്കാൻ നോക്കണം. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. കഴിച്ചപ്പോ നിച്ചു കളിക്കുന്നില്ലെന്ന് പറഞ്ഞു പോവാണ്. പോന്നു വയ്യാന്ന് തോന്നുന്നു. കട്ട സീനാന്ന് തോന്നുന്നു കേട്ടോ. അയ്യേ കഴിച്ചപ്പോ നിച്ചു അങ്ങനെ പോയിരിക്കും. തീരെ വയ്യാന്ന് തോന്നുന്നു. കഴിച്ചപ്പോ പിണക്കൊക്കെ മാറി നിച്ചു തിരിച്ചു വന്നിട്ടുണ്ട്. തീരെ വയ്യാന്ന് തോന്നുന്നു. എങ്ങനെയാ നിച്ചു? പ്രതികാരം ചെയ്യണ്ടായോ? പ്രതികാരം ചെയ്യണ്ടോ നിച്ചു? പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. അപ്പൊ കഴിച്ചപ്പം ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാവേ. സിവിലേഷൻ ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞു. കേട്ടോ പിണങ്ങി അന്ന് പിണക്കമാണോ എന്നോട്? നീ അഭിനയിക്കാത്ത എന്റെ കൂടിക്കറി. നീ കളിക്കണമായിരുന്നു. കളിച്ച് ജയിക്കണം. അല്ലാതെ ദേഹം ഉപദ്രവിച്ചു. കളി വേണ്ടെന്ന് പറഞ്ഞാൽ മുളകിന്റെ ഐഡിയ ആരാ കൊണ്ടുവന്നത്? മുളക് അപ്പൊ നിന്റെ ഐഡിയ ഇല്ല. നീ ആ മുളക് കഴിച്ച്. ഞാൻ മുളകിന്റെ ഐഡിയ കൊണ്ടുവന്നിട്ടില്ല. നിച്ചുവാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കളിച്ച് ജയിക്കണം. ഇപ്പം കഴിച്ചപ്പോ ബാക്കിയേ നടക്കാൻ പോണേ. അയ്യോ സിജി ഇപ്പൊ 4ാമത് ഇതല്ല മോളെ. ഇതിട്ടിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു അഭിനയിക്കാനാണ്. അതല്ലല്ലോ മോളെ. അപ്പൊ അവിടെ ഉണ്ടല്ലോ. കഴിച്ചു. തുറന്നൊക്കെ വരുമ്പോ അടുത്തല്ലേ കാണിച്ചടിച്ച് ഞാൻ നോട്ടെ. ഇത് കാളിദാസൻ അല്ല സാർ, ഹനുമാൻ. ഇത് ശരിയൊന്നുമല്ല. അങ്ങനെയൊന്നുമല്ല. ഏകദേശം മാത്രം അല്ല. കണ്ണ് ശരിയായിട്ടില്ല. ശരിയായി.
കവളുണ്ട്, കവളില്ല. കവളില്ലാത്ത അത് പറ്റും. ഓൾമോസ്റ്റ് അടുത്ത ചേച്ചി. നിനക്ക് എന്താ ഏത് ചേച്ചി നടത്തില്ല ഇവിടെ സേവ് വേറെ പിരികം വേറെ വേറെ ആവും. ഇങ്ങനെ ഇതങ്ങനെ. എന്തോ കാര്യമായിട്ട് പറഞ്ഞു. കത്ത് ഒരുപോലെ സവിത്രേ എങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇച്ചിരി അടിക്കാൻ പറഞ്ഞപ്പ എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. ഇതല്ല ഇതിനപ്പറാടി കടന്നവനാണ് ഈ കെ ജോസ്. 11 കാണിച്ചേ. ഓ എടി ഇത് ഇച്ചിരി ടഫ് ആണ് ഈ സാധനം. ഭയങ്കര പാടാ ഈ സാധനം ചെയ്യാനായിട്ട്. പിരിക അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് പോയി. പിന്നെ കണ്ണ് പിന്നെ തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എന്നോടുകൂടെ ഇത് അവസാനിക്കുക. Men are brave. ചേച്ചി ഹാപ്പി ആയോ? ആണ് ചേച്ചി ജയിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഗെയിം. ഉറപ്പായിട്ടും ഇതുപോലത്തെ മണ്ടൻ ഗെയിംസ് ഒക്കെ അടുത്ത ദിവസം